ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? ദോശയ്ക്കും ഇഡ്ലിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പൊടിയാണ്. ഇതിന് ആവശ്യമായ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. തുവരപ്പരിപ്പെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ പരിപ്പ് ഏകദേശം മൂത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കി. അടുത്തതായി നമ്മൾ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം ചൂടാക്കാൻ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കടലപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മാറ്റിവെച്ച പാത്രത്തിലേക്ക് കടലപ്പരിപ്പ് കൂടി മാറ്റിവെക്കാം. എന്നിട്ട് അതേ പാൻ തന്നെ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് ഉഴുന്നുപരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് ഉഴുന്നുപരിപ്പാണ്. ലോ ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഏകദേശം ചൂടായിട്ടുണ്ട്, കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ 20 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ പൊടിയുണ്ട. ഒരു കുറച്ച് തരിതരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കാൻ ടേസ്റ്റ് കാണത്തുള്ളൂ. എൻ്റെ പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി റെഡിയായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.